ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വിവിധ ആശയങ്ങൾ ഉന്നയിച്ച് പ്രവാസി കോൺഗ്രസ് കൊച്ചി നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി കൊച്ചി താലൂക്ക് ഓഫീസിൽ ധർണ നടത്തി. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കൊച്ചി നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി ഫോർട്ട് കൊച്ചി താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. തിരിച്ചുവരുന്ന എല്ലാ പ്രവാസികൾക്കും നിരുപാധികം പെൻഷനും ആരോഗ്യ ഇൻഷുറൻസ് മറ്റ് ആനുകൂല്യങ്ങളും അനുവദിക്കുക, സംസ്ഥാനത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ടി ക്ലീറ്റസ് അധ്യക്ഷത വഹിച്ചു. AICC അംഗം എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ലക്ഷോപലക്ഷം വരുന്ന പ്രവാസികൾ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വിദേശ നാണ്യം കോടാനുകോടി രൂപയുടെ ഒരുക്കി കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തൊഴിലന്വേഷിച്ച് വിദേശത്തേക്ക് പോവുകയും വിദേശത്ത് രാവും പകലും അധ്വാനിച്ചുണ്ടാകുന്ന ആ പണം അവർ സ്വന്തം നാട്ടിലേക്ക് അത് കൊടുക്കുമ്പോൾ അത് വിദേശ നാണ്യമായി തന്നെയാണ് ഇവിടെ വരുന്നത്. പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PS രഞ്ജിത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരിത്തറ, കൗൺസിലർ ഷീല തദേവൂസ്, പ്രവാസി കോൺഗ്രസ് കൊച്ചി ബ്ലോക്ക് സെക്രട്ടറി ജോൺസൺ, മണ്ഡലം പ്രസിഡന്റ് PF ജോർജ്, അബ്ദുൽ ജബ്ബാർ, സോളി ജോസഫ് എന്നിവർ സംസാരിച്ചു. വിദേശ നാണ്യം കൈക്കൊള്ളുന്ന വിദേശ നാണ്യം ഉണ്ടാക്കുന്ന ഒരു വിദേശ നാണ്യ സ്രോതസ്സാണ് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ, ഈ പ്രവാസികളെയാണ് ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര സർക്കാരായാലും അവഗണിച്ച് അവരുടെ അവകാശപ്പെട്ട ആവശ്യങ്ങൾ നിഷേധിച്ചു കൊണ്ടുപോകുന്ന ഈ അവസ്ഥ. നാം പ്രവാസികൾ ഇന്ന് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി. PD വിൻസെന്റ്, KG പ്രകാശൻ, അബ്ദുൽ സമദ്, PB ഷംസു, KR രജീഷ്, റഷീദ്, പ്രവാസി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.